നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കേസ് കെ സുരേന്ദ്രൻ സമർപ്പിച്ച മരിച്ചുപോയവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ബക്രബൈൽ സ്വദേശി ഹമീദ് കുഞ്ഞി കോടതിയിൽ ഹാജരായി. വിദേശത്താണെന്ന് ആരോപണം നേരിട്ട രണ്ടുപേരും കോടതിയിൽ മൊഴി നൽകി. റിയാസ് മൗലവി വധക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് സർക്കാർ ഉത്തരവായി. മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് സർക്കാർ ഉത്തരവ്. വായനയുടെ ലോകത്ത് ഒത്തുകൂടി പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സാഹിത്യലോകത്തെ നിരവധി കൃതികൾ ചർച്ച ചെയ്ത് സ്കൂളിൽ പുസ്തകച്ചങ്ങാത്തം പരിപാടി. വിദ്യാർത്ഥികൾക്കായി എടനീർമഠത്തിൽ ആരംഭിച്ച യക്ഷഗാന പരിശീലന കളരി പുരോഗമിക്കുന്നു. ജൂൺ 30-ന് സമാപിക്കും. ജൂലൈ 2-ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ യക്ഷഗാന അവതരണം സംഘടിപ്പിക്കും. കുഞ്ഞു പണ്ഡിതന്മാർക്ക് പ്രസംഗ പരിശീലനത്തിന്റെ നോമ്പുകാലം. റംസാൻ കാലത്ത് പള്ളികളിൽ അരങ്ങേറുന്നത് നിറമുള്ള കാഴ്ചകൾ. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് പരേതരുടെയും വിദേശത്തുള്ളവരുടെയും പേരിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന കെ സുരേന്ദ്രന്റെ പരാതിയിൽ മരിച്ചുപോയവരുടെ പട്ടികയിൽ ചേർക്കപ്പെട്ട ഹമീദ് കുഞ്ഞി ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. പരേതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റൊരാളായ അബ്ദുള്ള മമ്മുഞ്ഞി കോടതിയിൽ ഹാജരാകാൻ എത്തിയെങ്കിലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാൽ മൊഴി നൽകാൻ സാധിച്ചില്ല. വിദേശത്താണെന്ന ആരോപണം നേരിട്ട മറ്റ് രണ്ടുപേർ കൂടി കോടതിയിൽ ഹാജരായി. BJP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ നൽകിയ പട്ടികയിലെ 3 പേരാണ് കോടതിയുടെ സമൻസ് കൈപ്പറ്റി കോടതിക്ക് മുൻപാകെ ഹാജരായത്. വർക്കാടി വക്രംബൽ സ്വദേശി ഹമീദ് കുഞ്ഞി സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ മരിച്ചുപോയവരുടെ പട്ടികയിലാണ്. ഹമീദ് കുഞ്ഞി ഹൈക്കോടതിയിൽ നേരിട്ടെത്തി മൊഴി നൽകി. പരേതരുടെ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട അബ്ദുള്ള മമ്മുഞ്ഞി കോടതിയിലെത്തിയെങ്കിലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാൽ മൊഴി നൽകാൻ സാധിച്ചില്ല. നോമ്പുകാലം കഴിഞ്ഞാൽ കോടതിയിലെത്തി അദ്ദേഹം മൊഴി നൽകുമെന്ന് അബ്ദുള്ള മമ്മുഞ്ഞിയുടെ ബന്ധുക്കൾ അറിയിച്ചു. വിദേശത്താണെന്ന് ആരോപണം നേരിട്ട വർക്കാടി സ്വദേശി അനസും റഫീഖും കോടതിയിലെത്തി മൊഴി നൽകി. അതേസമയം മഞ്ചേശ്വരത്ത് കോടതി സമൻസ് കൈപ്പറ്റിയതിൽ വീഴ്ചയുണ്ടെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. സമൻസ് കൈപ്പറ്റിയത് ഒരേ പേരുള്ള മറ്റു ചിലരാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് സർക്കാർ ഉത്തരവായി. പഴയച്ചൂരി മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ സർക്കാരിന് സമർപ്പിച്ച നിവേദനം പരിഗണിച്ചാണ് ഉത്തരവ്. മുതിർന്ന അഭിഭാഷകൻ M. അശോകനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. മദ്രസ അധ്യാപകനായ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണയ്ക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചാണ് സർക്കാർ ഉത്തരവായത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ M. അശോകനാണ് പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. പഴയച്ചൂരി മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ സർക്കാരിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഉത്തരവ്. മറ്റു ചില സംഘടനകളും ഇതേ ആവശ്യം ഉന്നയിച്ച് സർക്കാരിനെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒപ്പിട്ട ഉത്തരവ് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് ലഭിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ സാന്നിധ്യത്തിൽ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും പ്രത്യേക അന്വേഷണ സംഘവും കോഴിക്കോട് വെച്ച് കേസിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കഴിഞ്ഞ മാർച്ച് 21-നാണ് റിയാസ് മൗലവിയെ പള്ളിമുറിയോട് ചേർന്നുള്ള കിടപ്പുമുറിയിൽ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ കേളുകുട്ടെ സ്വദേശികളായ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A. ശ്രീനിവാസന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികൾ റിമാൻഡിലാണ്. വായനയ്ക്ക് പുതുജീവൻ നൽകി പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വിദ്യാരംഗം കലാസാഹിത്യവേദി ആരംഭിച്ച ഉറവ് 2017 പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ പുസ്തകച്ചങ്ങാത്തം എന്ന പരിപാടി സംഘടിപ്പിച്ചു. മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ വിദ്യാർത്ഥികൾ ചർച്ചാ വിഷയമാക്കി. അകന്നുപോയ വായനാശീലം വിദ്യാർത്ഥികളിൽ വീണ്ടും എത്തിക്കലാണ് പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ലക്ഷ്യം. 2017 ഏപ്രിൽ 1-ന് സാഹിത്യവേദി ആവിഷ്കരിച്ച ഉറവ് 2017 പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് അവധിക്കാല പുസ്തക കിറ്റുകൾ സമ്മാനിച്ചു. ദിവസങ്ങൾക്കിപ്പുറം അവധിക്കാലത്തിനു ശേഷം വിദ്യാർത്ഥികളെല്ലാം ഒത്തുകൂടി. വായിച്ചറിഞ്ഞ അറിവുകൾ പങ്കുവെക്കാൻ അവർ പുസ്തകച്ചങ്ങാത്തം എന്ന പരിപാടി സംഘടിപ്പിച്ചു. മലയാള സാഹിത്യത്തിലെ കുലപതി MT-യുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ ചർച്ചയിൽ കടന്നുവന്നു. CV ബാലകൃഷ്ണൻ്റെ പരൽമീനുകൾ നീന്തുന്ന പാടം, വിനോയ് വിശ്വത്തിൻ്റെ പൊരുതുന്ന അമ്മമാർ, അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻമകജെ, സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി തുടങ്ങി നിരവധി കൃതികളുടെ വായനാനുഭവം വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ചെറുപ്പം മുതൽ വലുതാകുന്നത് വരെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛമ്മയായിരുന്നു. ഇതിലെ ഗോപാൽ യാദവ് എന്ന കഥാപാത്രമായി
നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ജീവിതം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ആഹാരം പാഴാക്കില്ല. അവർ തന്റെ യജമാനനെ തന്നെ വധിക്കാൻ അല്ലെങ്കിൽ യജമാനന്റെ പേരിനെ തന്നെ മായ്ച്ചു കളയുവാനായി അവസാന കോശവുമായി കാത്തിരിക്കുകയാണ്. തഞ്ഞു എന്ന ഈ കവിതയിൽ നാം കാണുന്നത് ഒഴിവാക്കലും മായ്ക്കലും മറക്കലും പോലുള്ള പരവിരുദ്ധ മനോഭാവം എങ്ങനെ ആത്മവിരുദ്ധതയായി നമ്മുടെ മരണത്തിന് തന്നെയായി സംസ്കാരത്തിൽ വളരാനായിരുന്നു എന്നതാണ്. ഹെഡ് മാസ്റ്റർ എസ് ശങ്കരനാരായണ ഭട്ട്, കെ സുശീല, PTA പ്രസിഡന്റ് ജഗന്നാഥ ആൾവ, ഷാഫി ചൂരിപ്പള്ളം, വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം ഈ പുസ്തക കിറ്റുകളെല്ലാം നമുക്ക് ലൈബ്രറിയിലേക്ക് എത്തിക്കാനുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകണം. പിന്നെ മറ്റൊരു സംബന്ധം നമുക്ക് ഇന്ന് കുട്ടികളുടെ വായന, അതിലൂടെ അവരിൽ നല്ല മനുഷ്യസ്നേഹികളായി മാറുക ഒക്കെയുള്ള ഒരു വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ആളുകളുടെയും തുടർന്നും ഇനി ഇതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റെടുത്ത് നടത്താനുണ്ട്. ഈ അവധിക്കാലത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വായന നടക്കുന്നത്. ഇനി നമുക്ക് ക്യാമ്പുകൾ, അതുപോലെ തന്നെ പുസ്തക ചർച്ചകൾ, അതുപോലെ ഈ കുട്ടികൾക്ക് രചനകളുമായി ബന്ധപ്പെട്ട് രചനാ ശില്പശാലകൾ ഒക്കെ നമുക്ക് നടത്താനുണ്ട്. അവസാനം നമുക്കൊരു ഈ മാസിക സോവനീർ പ്രസിദ്ധീകരണം, ഈ എല്ലാ ഘട്ടത്തിലും മുഴുവൻ ആളുകളുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, കുട്ടികൾ വലിയൊരു തോതിൽ കുട്ടികൾ ഇതിൽ സഹായിക്കുന്നുണ്ട്. ഒപ്പം കുട്ടികളെ ക്ലാസ് നഷ്ടപ്പെടാതെ, അവധിക്കാലത്ത് തന്നെ നമുക്കറിയാം ഏപ്രിൽ 1-ാം തീയതിയാണ് ഈ പ്രോഗ്രാം നടത്തിയത്. ക്ലാസ് നഷ്ടപ്പെടാതെ കുട്ടികൾക്ക് ഇത് ഉപകരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അർച്ചന, ആദിൻ ശ്യാം, നന്ദന, അനുഗ്രഹ, സ്നേഹരാജു തുടങ്ങി നിരവധി വിദ്യാർത്ഥികൾ ചർച്ചയിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡിന്റെയും ദക്ഷിണ കർണാടകയുടെയും തനത് കലാരൂപമായ യക്ഷഗാനത്തിനായി അക്കാദമിക് തലത്തിൽ നടന്നുവരുന്ന പരിശീലന കളരി പുരോഗമിക്കുന്നു. എടനീർ മഠത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ യക്ഷഗാന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനം നടക്കുന്നത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് യക്ഷഗാനത്തെ ജനകീയമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. കാസർഗോഡിൻ്റെ തനത് കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനം അഭ്യസിക്കാൻ പലർക്കും താല്പര്യവും ഏറെയാണ്. ഇതിൻ്റെ ഭാഗമായാണ് യക്ഷഗാനത്തിനായി അക്കാദമിക് തലത്തിൽ പരിശീലന കളരി എടനീർ മഠത്തിൽ ആരംഭിച്ചത്. 15 ദിവസങ്ങൾ പിന്നിട്ട പരിശീലന കളരിയിൽ 12 വിദ്യാർത്ഥികളും 23 വിദ്യാർത്ഥിനികളുമാണ് യക്ഷഗാനം അഭ്യസിക്കുന്നത്. കൂടുതലും ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളാണ്. രാവിലെ 9:30 ആരംഭിച്ച് വൈകിട്ട് 4:30 പരിശീലനം അവസാനിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഭക്ഷണവും ഇവിടെ ലഭ്യമാണ്. രാജഭരണകാലത്തെ പ്രധാന സംഭവങ്ങളാണ് യക്ഷഗാനത്തിൽ അവതരിപ്പിക്കുന്നത്. ചില യക്ഷഗാനങ്ങൾ രാത്രി തുടങ്ങിയാൽ അവസാനിക്കുന്നത് പുലർച്ചയ്ക്കാണ്. വിദ്യാർത്ഥികൾക്ക് യക്ഷഗാന പരിശീലനം നൽകി അന്യം നിന്നുപോകുന്ന കലയെ വീണ്ടെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ഗവേഷണ കേന്ദ്രം കോർഡിനേറ്റർ ഡോക്ടർ രത്നാകര മല്ലമുല KCN ന്യൂസിനോട് പറഞ്ഞു. കാസർഗോഡ് ഡെവലപ്മെൻറ്റ് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ യക്ഷഗാന ട്രെയിനിങ് എടനീറിൽ നടത്തുന്നത്. അപ്പോൾ ഇതിൽ 33 കുട്ടികളുണ്ട്. അതിൽ 23 കുട്ടികളും പെൺകുട്ടികളാണ്. അപ്പോൾ ജൂൺ 1 ഇതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്ത് ജൂലൈ 2 വരെയാണ് ഇത് നടക്കുന്നത്. പിന്നെ രാവിലെ 9 to 4 വരെയാണ് ഈ യക്ഷഗാന ട്രെയിനിങ് ഇവിടെ നടക്കുന്നത്. സബണഗോഡ് റാംഭട്ടും പിന്നെ ദിവാണ ശിവശങ്കര ഭട്ട് ഗുരുകളാണ് നടത്തുന്നത്. അപ്പോൾ ജില്ലാ ഭരണകൂടവും അതേപോലെ തന്നെ ഞങ്ങളെ നമ്മളെ MLAയും നല്ല സഹകരണത്തോടെയാണ് നമുക്ക് ഇതിനെ സഹകരിച്ചത്. കാസർഗോഡിനെ പറ്റി പറഞ്ഞാൽ കേരളത്തിൻ്റെ ആദ്യത്തെ ഈ അക്കാഡമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ആണ് ഈ യക്ഷഗാന. എടനീറിൻ്റെ എടനീർ മഠാധിപതിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരോടും നല്ല സഹകരണമാണ് നമുക്ക് എടനീർ കിട്ടുന്നില്ല. കുട്ടികളും അതുപോലെ തന്നെ നല്ല സഹകരണത്തോടെ ഈ യക്ഷഗാന ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. യക്ഷഗാന ആചാര്യന്മാരായ ദിവാണ ശിവശങ്കര ഭട്ട്, സുബ്ബണ്ണക്കോടി രാമഭട്ട് എന്നിവരാണ് പരിശീലകർ.
പരിശീലനം പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ സർട്ടിഫിക്കറ്റും നൽകും. ഈ മാസം 30-നാണ് പരിശീലനം അവസാനിക്കുന്നത്. തുടർന്ന് ജൂലൈ 2-ന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ യക്ഷഗാനത്തിൻ്റെ അവതരണവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് KCN. കുഞ്ഞു പണ്ഡിതന്മാർക്ക് പ്രസംഗ പരിശീലനത്തിന്റെ നോമ്പുകാലം. റംസാൻ കാലത്ത് പള്ളികളിൽ അരങ്ങേറുന്ന ഈ നിറമുള്ള കാഴ്ച കാണുക. വിശുദ്ധ റമസാൻ മാസത്തിന്റെ രാപ്പകലുകളെ ധന്യമാക്കാൻ വിശ്വാസികൾ കർമ്മനിരതരാകുമ്പോൾ സാരോപദേശങ്ങളുമായി ഒരുപറ്റം മതപണ്ഡിത വിദ്യാർത്ഥികൾ അവർക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കുഞ്ഞു പണ്ഡിതന്മാർക്കിത് പ്രസംഗ പരിശീലനത്തിന്റെ വേളയാണ്. നീണ്ട 11 മാസം പള്ളി ദർസുകളിൽ വെച്ച് പഠിച്ചെടുത്ത അറിവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകാൻ ഓരോ നിസ്കാര നേരത്തും അവർ പള്ളി തേടി പോകും. റമസാന്റെ വിശുദ്ധിയിലെ നിറമുള്ള കാഴ്ചകളിലൊന്നാണ് പള്ളികളിൽ അരങ്ങേറുന്ന പുതുമുഖങ്ങളുടെ ആത്മീയ പ്രഭാഷണങ്ങൾ. നിസ്കാരം സലാം വീട്ടിപ്പിരിഞ്ഞ് കൂട്ടുപ്രാർത്ഥന കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം തുടങ്ങും. ബൈത്തും ആയത്തും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ കത്തിക്കയറുമ്പോൾ അവരുടെ മുഖത്ത് നാളെയുടെ സമദാനിയും പേരോടുസ്താദും രൂപപ്പെടുന്നത് കാണാം. ഒരു വരുമാന മാർഗം എന്നതിനപ്പുറം വലിയൊരു വിഭാഗം മതപഠന വിദ്യാർത്ഥികൾക്കും ഇത് നല്ലൊരു പരിശീലനത്തിന്റെ വേദി തന്നെയാണ്. എങ്കിലും തുട്ടുകാശുകൾ നൽകിയ വിശ്വാസികൾ അവരുടെ അരങ്ങേറ്റത്തിന് അഭിവാദ്യം അർപ്പിച്ച് പിന്തുണ നൽകും. ദർസിലെ സാഹിത്യ സമാജങ്ങളിൽ പഠിച്ചെടുത്ത പ്രസംഗത്തെ നാലാളുടെ മുന്നിൽ വെച്ച് അവതരിപ്പിച്ച് ആത്മവിശ്വാസം നേടിയെടുക്കുന്ന ഏറ്റവും വലിയ അവസരമാക്കി ഇതിനെ അവർ മാറ്റിയെടുക്കും. നോമ്പ് തുടങ്ങിയാൽ പിന്നെ ഇവർക്ക് തിരക്കിട്ട ഷെഡ്യൂളുകളാണ്. സുബഹിക്ക് ഒരിടത്ത്, ലുഹറിന് മറ്റൊരിടത്ത്, അസറിന് വേറൊരു ദിക്കിലേക്ക് ഓടണം. ചിലപ്പോൾ അവിടെ സ്പേസിൽ നിന്ന് വാക്ക് കേട്ട് നിരാശയോടെ മടങ്ങേണ്ടിയും വരും. പുതുമുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ജമാഅത്ത് കമ്മിറ്റിയും പരമാവധി ശ്രമിക്കുന്നു. ഒന്നിലേറെ ആളുകളുണ്ടെങ്കിലും എല്ലാവർക്കും ഇത്തിരി നേരം അവസരം നൽകും. പല പള്ളികളിലും നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ആഴ്ചകൾക്ക് മുമ്പേ ബുക്ക് ചെയ്യുന്നവരും ഉണ്ട്. ഓരോ ദിക്കിൽ നിന്നും 200 രൂപ മുതൽ 1000 രൂപ വരെ ലഭിക്കുന്നുവെന്നാണ് ആഹ്ലാദകരമായ കാര്യം. നവപ്രാസംഗികന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു വിഹിതം തന്നെ പല ദിക്കിലും നീക്കിവെക്കാറുണ്ട്. അബ്ദുസമദ് സമദാനി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, റഹ്മത്തുള്ള കാസിമി മുത്തേടം, കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി, നൌഷാദ് ബാക്കവി, കബീർ ബാക്കവി, സിറാജുദ്ദീൻ ഗാസ്മി, EP അബുബക്കർ അൽ ഗാസ്മി തുടങ്ങിയ പണ്ഡിതന്മാരാണ് കുഞ്ഞു പണ്ഡിതന്മാരുടെ റോൾ മോഡലുകൾ. നോമ്പുകാലത്തെ പ്രസംഗ പരിശീലനങ്ങൾ വലിയ അനുഭവങ്ങളും കരുത്തുമായി മാറാറുണ്ടെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. എബിക്കുട്ടിയാനും, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർമ്മാണത്തിൽ അഴിമതി, കോടികൾ ചെലവഴിച്ച ആരിക്കാടി അണ്ടർ ബ്രിഡ്ജിൽ ചോർച്ച. ഇരുദിക്കിലുമായി ഒറ്റപ്പെട്ട് നാട്ടുകാർ. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ആരിക്കാടി അണ്ടർ ബ്രിഡ്ജിൽ വൻ ചോർച്ച. പാലത്തിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും വെള്ളം കൈവരി വഴി കുത്തിയൊലിക്കാൻ തുടങ്ങിയതോടെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇതുമൂലം ഇരുദിക്കിലുമായി നാട്ടുകാർ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. P. കരുണാകരൻ MPയുടെ ശ്രമഫലമായി 2.5 കോടി രൂപയാണ് അണ്ടർ ബ്രിഡ്ജ് പദ്ധതിക്ക് അനുവദിച്ചിരുന്നത്. പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച അടിപ്പാത 2 മാസം മുമ്പാണ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കരാർ എടുത്തിരുന്നത്. എന്നാൽ നിർമ്മാണ ചുമതല കണ്ണൂരിലെ സ്ഥാപനത്തിനായിരുന്നു. ഉദ്ഘാടന സമയത്ത് തന്നെ ഇവിടെ ചെറിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അധികൃതർ ഗൗനിച്ചില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. മഴക്കാലമായതോടെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയും ഇതുവഴി കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്ന് 2 ആഴ്ച മുൻപാണ് നാട്ടുകാരുമായി കുമ്പള പഞ്ചായത്ത് അധികൃതർ ചർച്ച നടത്തുകയും അപകടനില മനസ്സിലാക്കി അടിയന്തരമായി 5 HP മോട്ടറും സോളാർ സിസ്റ്റവും സ്ഥാപിക്കാമെന്നും ഉറപ്പ് നൽകിയത്. എന്നാൽ ഉറപ്പ് പാലിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്നാണ് ആരോപണം. ഇതിനിടയിൽ മഴ ശക്തി പ്രാപിക്കുകയും വെള്ളം പാലത്തിന്റെ കൈവരിയിലൂടെ ഇരുഭാഗങ്ങളിലും കെട്ടിക്കിടന്ന് റോഡിലേക്ക് ഒലിക്കുകയും ചെയ്തു. സർക്കാർ UP സ്കൂൾ, ജുമാ മസ്ജിദ്, മൈതാനം തുടങ്ങി 100 കണക്കിന് വീട്ടുകാർക്ക് ദേശീയപാതയിലേക്ക് വരാനുള്ള ഏകമാർഗമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ അടഞ്ഞത്. കുമ്പോൾ റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് നിർമ്മാണത്തിലെ അപാകത മൂലം ദുരിതത്തിലായ ഈ മേഖലയിലെ ജനങ്ങളോട് പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മ നടത്തിയ പഞ്ചായത്ത് മാർച്ച് KP സത്താർ ആരിക്കാടി ഉദ്ഘാടനം ചെയ്തു. ജനകീയ കൂട്ടായ്മ നേതാക്കളായ ആലിഷമ്മ, സിദ്ദിഖ് ലോഗി, ഷാഹുൽ തങ്ങൾ, അസീസ് മദർ ഗോൾഡ്, സാലി പൊയ്യ, റഹീം കുമ്പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡിന് പകരം സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി, കാൽനട പോലും തടസ്സപ്പെടുത്തി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും കാസർഗോഡ് നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സംരക്ഷണ ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും കാസർഗോഡ് നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വയോജന സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു.
ഡോക്ടർ എം.എ. ഷംനാഥ്, പ്രദീപൻ മാലോത്ത് തുടങ്ങിയവർ പരിപാടിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ നൈമുനീസ, കെ.എം. അബ്ദുൾ റഹ്മാൻ, സമീന മുജീബ്, മിസ്രിയ ഹമീദ്, നീലേശ്വരം നഗരസഭ ക്ഷേമകാര്യ അധ്യക്ഷ പി. രാധ, അബൂബക്കർ ഹാജി, എം.പി. പോൾ, സി. രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റംസാൻ ഫെയർ 2017 ആരംഭിച്ചു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പീപ്പിൾസ് ബസാറിൽ ആരംഭിച്ച റംസാൻ ഫെയർ എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് കാസർഗോഡ് റംസാൻ ഫെയർ ആരംഭിച്ചത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പീപ്പിൾസ് ബസാറിൽ എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. റംസാൻ ഫെയർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുകയും സാധനങ്ങൾക്ക് വില കൂടുതലാണ്, നമുക്ക് വാങ്ങാൻ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് അരി ഉപയോഗിക്കാൻ അരി വേണ്ട എന്ന് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. നഗരസഭാ ചെയർപേഴ്സൺ ബി. ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. മാത്യു തോമസ്, എം. ശ്രീലത, മുഹമ്മദ് അനീഫ്, വി. രാജൻ, കെ. ഖാലിദ്, എൻ. കടവത്ത്, സുധാമ എം. ഗൊസാഡ, അസീസ് കടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം ഉദ്യാവാരയിൽ അപകട ഭീഷണിയിലായ വൈദ്യുതി ലൈൻ അധികൃതർ പരിഹരിച്ചു. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭീഷണിയായ അപകടത്തെ പറ്റിയുള്ള KCN വാർത്തയെ തുടർന്നാണ് നടപടി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെട്ട ഉദ്യാവര ഗവൺമെന്റ് ഗുഡ് ഡേ ഹൈസ്കൂളിന് സമീപത്തായിരുന്നു അപകടമുയർത്തി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നത്. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ദുരന്ത ഭീഷണിയായ വൈദ്യുതി ലൈനിന്റെ കിടപ്പാണ് മഞ്ചേശ്വരം സെക്ഷൻ അധികൃതരെത്തി പരിഹരിച്ചത്. അപകടാവസ്ഥയെപ്പറ്റി KCN ന്യൂസിൽ വന്ന വാർത്തയെ തുടർന്നാണ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതി പരിഹരിച്ചത്. അധികൃതർ സ്ഥലത്തെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. അപകടാവസ്ഥ ഉടൻ പരിഹരിക്കാനായത് വൻ ദുരന്തമാണ് ഇല്ലാതാക്കിയത്. അധികൃതർ കാണിച്ച മനോഭാവത്തെ അഭിനന്ദിക്കുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. സ്കൂളിന്റെ പരിസരത്തുള്ളത് ഈ ഒരു സംഭവം ഇന്നലെ KCN ചാനൽ ഇതാക്കിയത് കൊണ്ട് അവിടുത്തെ അധികാരികളെല്ലാം രാവിലെ തന്നെ വന്നിട്ട് അതിനെ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവർ അത് ഭയങ്കര നെറ്റിപ്പിക്കുന്ന ഒരു സംഭവം എന്നാണ് അവർ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഹൈസ്കൂളുമുണ്ട്, പിന്നെ അടുത്തിട്ട് തന്നെ അംഗനവാടി സ്കൂളുമുണ്ട്. അത് ആ കുട്ടികളായി നടന്നിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഡേഞ്ചർ പൊസിഷനാണ്. അവരൊന്ന് കണ്ടിട്ട് നെറ്റിപ്പോയി. അപ്പോൾ ഈ നമ്മുടെ KCN ചാനൽ ഇത് നമ്മളെ ഈ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമായിപ്പോയി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കടലാടിപ്പാറയിൽ ബോക്സൈറ്റ് ഖനനവുമായി ബന്ധപ്പെട്ട് കമ്പനി നൽകിയ ഹർജിയിൽ പൊതു തെളിവെടുപ്പ് നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. കോടതി വിധിക്കെതിരെ പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാൻ പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ കടലാടിപ്പാറയിൽ ബോക്സൈറ്റ് ഖനനവുമായി ബന്ധപ്പെട്ട് കമ്പനി നൽകിയ ഹർജിയിൽ പൊതു തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ ബെഞ്ച് ഉത്തരവിട്ടത്. തെളിവെടുപ്പിന് സാഹചര്യമൊരുക്കാനുള്ള ഹൈക്കോടതി വിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാൻ പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഈ നീക്കത്തിനെതിരെ നിയമപരവും പ്രക്ഷോഭത്തിൻ്റെതായ രീതിയിലും ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പബ്ലിക് ഹിയറിംഗ് അനുവദിക്കാതിരിക്കാൻ ആവശ്യമായ ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശാബുരെ കമ്പനിക്ക് അനുവദിച്ച ലീഫ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജൂൺ 21 മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരെ കാണും. 2006 മുതൽ ഖനനത്തിനായി ആശാബുരെ കമ്പനി നടത്തിയ ശ്രമങ്ങൾ സമരങ്ങളെ തുടർന്ന് നിലയ്ക്കുകയായിരുന്നു. കടലാടിപ്പാറയിലെ 200 ഏക്കറിൽ ബോക്സൈറ്റ് ഖനനം നടത്താനാണ് ആശാബുരെ കമ്പനിയുടെ ശ്രമം. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആരംഭിച്ച ഹരിതം സഹകരണ പദ്ധതി ജില്ലയിൽ സക്രിയമാകുന്നു. നീലേശ്വരത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലും പദ്ധതിക്ക് തുടക്കമായി. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സഹകരണ സംഘം വഴി ഹരിതം സഹകരണം നടപ്പിലാക്കുന്നത്. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിച്ച പദ്ധതി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ VB കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് വിസ്മരിച്ചുകൊണ്ടാണ് നമുക്കുള്ള ഈ അത്യാവശ്യങ്ങൾ മുഴുവൻ ചെയ്തത്. അതൊക്കെ ക്രമേണ പ്രകൃതിയുടെ ചില നാടകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോഴാണ് നമ്മൾ പ്രകൃതിയെ ഓർമ്മിക്കുന്നതും ഇതൊന്നും പോരാ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം, നമുക്ക് നഷ്ടപ്പെട്ട പഴയ പൂർവ്വ പ്രൗഢി പ്രകൃതിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണം, അത് പുനരുദ്ധരിക്കണം, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ഉണ്ടാക്കണം എന്ന ചിന്ത മനുഷ്യന്
ബാങ്ക് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി. പേരൂർ ഗവൺമെന്റ് ALP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. CC കുഞ്ഞിക്കണ്ണൻ, മേലാളത്ത് കൃഷ്ണൻ, ബെന്നി ജോസഫ്, K സുകുമാരൻ, M പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ഗീത സ്വാഗതവും P രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഡൽഹി AKG ഭവനിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. കാഞ്ഞങ്ങാട്ട് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡൽഹി AKG ഭവനിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായി. LDFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി. MLA-മാരായ TV രാജേഷ്, K കുഞ്ഞിരാമൻ, CPM ജില്ലാ സെക്രട്ടറി KP സതിചന്ദ്രൻ, KV കൃഷ്ണൻ, ജ്യോതി ബാസു, രാജേഷ് പ്രേം തുടങ്ങിയവർ സംസാരിച്ചു. ഓവുചാലിന് സൗകര്യങ്ങൾ ഒരുക്കിയില്ല. ഉദയനഗർ കോട്ടക്കൊച്ചി റോഡിൽ ജനങ്ങളുടെ യാത്രാ ദുരിതം. റോഡിലെ വെള്ളക്കെട്ട് നീക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തം. മഴ ശക്തി പ്രാപിച്ചതോടെ പുല്ലൂർ പെരിയയിലെ ഉദയനഗർ കോട്ടക്കൊച്ചി റോഡ് വെള്ളക്കെട്ടിലായി. ഉദയനഗർ പള്ളിക്ക് സമീപമാണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പുല്ലൂർ ഗവൺമെന്റ് ITIക്കായി ചുറ്റുമതിൽ നിർമ്മിച്ചപ്പോൾ റോഡിലെ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കാത്താണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കിയത്. കാൽനടയാത്ര പോലും തടസ്സപ്പെടും വിധമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. നോമ്പുകാലമായതിനാൽ പുലർകാലങ്ങളിൽ പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് വെള്ളക്കെട്ട് വലിയ ദുരിതം സൃഷ്ടിക്കുന്നതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. IT കെട്ടുന്നതിന് ആ സൈഡാണ് വെള്ളം പോകുന്നുണ്ടേനെ. ഈ മതിൽ കെട്ടുന്നതിന് ആ സൈഡ് വെള്ളം പോകുന്നുണ്ടേനെ, ഇതായിട്ട് പോകുന്നുണ്ടേനെ വെള്ളം. ഇപ്പോൾ IT കെട്ടി മതിൽ വന്നതിന് ശേഷം വെള്ളം പോകുന്നില്ല. പിന്നെ പറഞ്ഞ് പള്ളിക്കാരോട് കമ്മിറ്റിക്കാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം, ഇതിൽ ഓലയെ കോരിട്ട് ഇതിൽ വെള്ളം വിടാന്നിട്ട്. പക്ഷേ അത് ITക്കാർ ഒത്തിട്ട് പോയി ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പള്ളിക്കെല്ലാം പോകുമ്പോഴും മറ്റേതെല്ലാം ആവശ്യത്തിന് പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ കുറേ ഉണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ്, നടന്നിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാനൊരു പെണ്ണുങ്ങൾ ഇവിടുന്ന് വീണ് ചെറിയൊരു സ്രാണ്ടി പോയിട്ടുണ്ടായിന്. ആ സ്രാണ്ടിലോട്ട് ഒരു പെണ്ണുങ്ങൾ വീണ് ആ പെണ്ണുങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നത്തിന്. ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തി തരണം. സമീപത്തെ മദ്രസയിലെത്തുന്ന വിദ്യാർത്ഥികൾ വെള്ളക്കെട്ട് താണ്ടിയാണ് പഠനത്തിനെത്തുന്നത്. വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ITIയുടെ മതിലിനും ദോഷമായി ബാധിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിനൊരുങ്ങി നിൽക്കുന്ന പുല്ലൂർ ഗവൺമെന്റ് ITIയുടെ മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ്. വെള്ളക്കെട്ട് നീക്കാൻ ശാശ്വത നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കുട്ടമത്ത് മലബാർ രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയം പൊതുവിദ്യാഭ്യാസ സംരക്ഷണം വിഷയമാക്കി പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്തിന് എന്നതായിരുന്നു വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടന്ന സാഹചര്യത്തിൽ സർക്കാർ ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പരിപാടിയെക്കുറിച്ച് വിശദീകരണവും ചർച്ചയും ലക്ഷ്യമിട്ടാണ് കുട്ടമത്ത് മലബാർ വി രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയം പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം P ദിലീപ് കുമാർ പ്രഭാഷണം നടത്തി. T സതീഷ് ബാബു അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തനത്തിലുള്ള NH അൻവർ സ്മാരക പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ സീനറ്റ് ന്യൂസിലെ പ്രകാശൻ കുട്ടമത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി V ചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. പ്രകാശൻ കുട്ടമത്ത് മറുപടി പ്രസംഗം നടത്തി. VV വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് K സുരേന്ദ്രൻ സമർപ്പിച്ച മരിച്ചുപോയവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ബക്രബൈൽ സ്വദേശി ഹമീദ് കുഞ്ഞി കോടതിയിൽ ഹാജരായി. വിദേശത്താണെന്ന് ആരോപണം നേരിട്ട രണ്ടുപേരും കോടതിയിൽ മൊഴി നൽകി. റിയാസ് മൗലവി വധക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് സർക്കാർ ഉത്തരവായി. മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് സർക്കാർ ഉത്തരവ്. വായനയുടെ ലോകത്ത് ഒത്തുകൂടി പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സാഹിത്യലോകത്തെ നിരവധി കൃതികൾ ചർച്ച ചെയ്ത് സ്കൂളിൽ പുസ്തകച്ചങ്ങാത്തം പരിപാടി. വിദ്യാർത്ഥികൾക്കായി എടനീർമഠത്തിൽ ആരംഭിച്ച യക്ഷഗാന പരിശീലന കളരി പുരോഗമിക്കുന്നു. ജൂൺ 30 സമാപിക്കും. ജൂലൈ 2 കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ യക്ഷഗാന അവതരണം സംഘടിപ്പിക്കും. കുഞ്ഞു
കുഞ്ഞു പണ്ഡിതന്മാർക്ക് പ്രസംഗ പരിശീലനത്തിന്റെ നോമ്പുകാലം. റംസാൻ കാലത്ത് പള്ളികളിൽ അരങ്ങേറുന്നത് നിറമുള്ള കാഴ്ചകൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.